നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. മാനനീയരായ എല്ലാ പഠിതാക്കളും പഞ്ചമം 8-ാം അധ്യായം ഇനി 21 അതെ സർ, 21. അഭിസ്വിതകൃതസുഹൃതമാഗത്യമാം സുഖൈഷ്യതി ഹരിണരാജകുമാരോ വിവിധരുചിരദർശനീയ നിജമൃഗധാരക വിനോദൈ അസന്തോഷം സ്വാനാം അപനുദൻ. അഭിസ്വിത് അല്ലേ, അകൃത സുകൃതം സുകൃതമാണ്. ചില പുസ്തകത്തിൽ സുഹൃതം എന്ന് കാണുന്നുണ്ട്. സുകൃതം ആഗത്യ, അകൃത സുകൃതം, സുഹൃതം ചെയ്യാത്തവനായ മാം എന്നെ സുഖൈഷ്യതി സുഖിപ്പിക്കുക തന്നെ ചെയ്യും. ഹരിണ രാജകുമാരോ, ഈ മാൻകുട്ടിയെ ഹരിണ രാജകുമാരൻ എന്നാണ് വിളിക്കുക. അകൃത സുഹൃത്തനായ എന്നെ എന്റെ അടുക്കൽ വന്നിട്ട് സുഖൈഷ്യതി അഭിസ്വിത്, എന്നെ സന്തോഷിപ്പിക്കുവോ? ഈ കുട്ടിയെ കാണാഞ്ഞിട്ട്, മാൻകുട്ടിയെ കാണാഞ്ഞിട്ടുള്ള വിരഹവേദന കൊണ്ട് ഒരു സാധാരണ മനുഷ്യൻ എത്രത്തോളം അധപ്പതനത്തിലേക്ക് പോകാമോ അങ്ങനെ പോയിരിക്കുന്നു ഈ ഭരതൻ. എവിടെ നിന്ന് ആളാണ് നോക്കണം, എത്ര തപശ്ചര്യകൾ ചെയ്ത ആളാണ് നോക്കണം. അഭിസ്വിത് അല്ലേ എന്ന ഒരാശങ്കയാണ്. അകൃത സുഹൃതം മാം ആഗത്യ, സുഹൃതം ചെയ്യാത്ത എന്റെ അടുക്കൽ എത്തിയിട്ട് സുഖൈഷ്യതി അഭിസ്വിത്, എന്നെ സുഖിപ്പിക്കോ? ആരെ? ഹരിണരാജകുമാരോ വിവിധ രുചിര ദർശനീയ, പലതരത്തിൽ രുചിരങ്ങളായ മനോഹരങ്ങളായ ദർശനീയങ്ങളായ നിജ മൃഗധാരക വിനോദൈഹി, നിജ തൻ്റെതായ മൃഗധാരകം മാൻകുട്ടി, മാൻകുട്ടിയുടെ വിനോദൈഹി വിനോദങ്ങളാൽ എന്നെ സന്തോഷിപ്പിക്കുമോ? പലവിധത്തിലുള്ള സുന്ദരമായി കാണാൻ പറ്റുന്ന തൻ്റെ കളികൾ കൊണ്ട്, വിനോദങ്ങളെ കൊണ്ട് എന്നെ സന്തോഷിപ്പിക്കുമോ? അസന്തോഷം സ്വാനാം അപനുദൻ, അസന്തോഷം സന്തോഷത്തെ, ഖേദത്തെ അപനുദൻ ഇല്ലാതാക്കുന്ന, സ്വാനാം അസന്തോഷം അപനുദൻ, അതിൻ്റെ ബന്ധുക്കളുടെ ഖേദത്തെ തീർക്കുന്ന ഈ മാൻകുട്ടിയാകുന്ന രാജകുമാരൻ അകൃതസുഹൃതനായ എന്റെ അടുക്കൽ വന്ന് എന്നെ സന്തോഷിപ്പിക്കുമോ? അഭിസ്വിതകൃതസുഹൃതമാഗത്യ മാം സുഖൈഷ്യതി ഹരിണരാജകുമാരോ വിവിധ രുചിര ദർശനീയ നിജ മൃഗധാരക വിനോദൈര സന്തോഷം സ്വാനാമപനുദൻ. അഭിസ്വിതകൃതസുഹൃതമാഗത്യ മാം സുഖൈഷ്യതി ഹരിണരാജകുമാരോ വിവിധ രുചിര ദർശനീയ നിജ മൃഗധാരക വിനോദൈര സന്തോഷം സ്വാനാം അപനുദൻ. അഭിസ്വിത് അകൃത സുഹൃതം ആഗത്യ മാം സുഖൈഷ്യതി ഹരിണരാജകുമാരോ വിവിധ രുചിര ദർശനീയ നിജ മൃഗധാരക വിനോദൈഹി അസന്തോഷം സ്വാനാം അപനുദൻ. അഭിസ്വിതകൃത സുഹൃതമാഗത്യ മാം സുഖൈഷ്യതി ഹരിണരാജകുമാരോ വിവിധ രുചിര ദർശനീയ നിജ മൃഗധാരക വിനോദൈര സന്തോഷം സ്വാനാം അപനുദൻ. ക്ഷേളികായാം മാം മൃഷാ സമാധിന ആമീലിതദൃശം പ്രേമസംരംഭേണ ചകിത ആഗത്യ പൃഷദപരുഷ ദുഷാണാഗ്രേണ ലുഠതി. ക്ഷേളികായാം, ക്ഷേളിക എന്ന് വെച്ചാൽ കളി എന്നേ ഉള്ളൂ. കളിയിൽ മാം എന്നെ മൃഷാസമാധിന, കള്ളത്തരമായ സമാധിയിലൂടെ, സമാധിയാണെന്ന വ്യാജേന ആമീലിത ദൃശം,
കണ്ണുകൾ പകുതി അടഞ്ഞിരിക്കുന്ന ഈ ധ്യാനാവസ്ഥയിലിരിക്കുമ്പോൾ കൃഷ്ണമണികൾ മുകളിലേക്കാക്കി കൺപീലികൾ പകുതി കൂടുതലും അടച്ചു ഇരിക്കുന്ന ഒരു ധ്യാനാവസ്ഥയുണ്ട്. അങ്ങനെ ആമീലിതങ്ങളായ കണ്ണുകളോട് കൂടിയ എന്നെ മാം പ്രേമ സംരംഭേണ പ്രണയകോപത്തോടു കൂടി, പ്രേമ സംരംഭത്തിന് കോപം എന്നർത്ഥം. ഇവിടെ പ്രേമ സംരംഭം സ്നേഹത്തിന്റെ ആ കോപത്തോടുകൂടി ചകിത്ത ആഗത്യ ഭയന്ന് എത്തിയിട്ട് പൃഷത് അപരുഷ വിഷാണാഗ്രേണ ലുഠതി. പൃഷത്ത് എന്ന് വെച്ചാൽ വെള്ളത്തുള്ളികളുള്ള, ജലമയമുള്ള, അപരുഷം മസൃണമായ മാർദ്ദവമായ പരുഷമല്ലാത്ത, വിഷാണ അഗ്രേണ കൊമ്പിന്റെ അഗ്രത്താൽ, ലുഠതി എന്ന് വെച്ചാൽ തല്ലുക, താടിക്കുക. എന്നെ തല്ലുന്നുണ്ടാവുമോ? മനോരഥങ്ങളാണ്. തമാശയ്ക്ക് വേണ്ടി എന്ന് കളിക്കാൻ ഞാൻ ഇങ്ങനെ സമാധിയാണെന്ന വ്യാജേന കണ്ണുകൾ അടച്ച് ഇരിക്കുമ്പോൾ ജലത്തുള്ളികൾ പോലെ മൃദുവായ തണുപ്പേറിയ കൊമ്പിന്റെ അഗ്രം കൊണ്ട് എന്റെ ശരീരത്തിൽ ഒരു പ്രണയകോപത്തോടെ പതുക്കെ തല്ലുന്ന പോലെ ഒന്ന് തല്ലുന്നുണ്ടാവുമോ? ഇനി എന്നാണോ അനുഭവിക്കുക? ഈ മാൻകുട്ടികളുടെ കളിയാണ്. അപ്പം യോഗാവസ്ഥയിലിരിക്കുന്ന ഒരാൾ യാദൃച്ഛികമായും സംസാര ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നാൽ അനുഭവിക്കേണ്ട ദുരന്തങ്ങളെ കുറിച്ച് വിസ്തരിച്ച് വ്യാഖ്യാനിക്കുകയാണ്. ക്ഷീളികായമ്മാം വൃഷാസമാധിന ആമീലിതദൃശം പ്രേമ സംരംഭേണ ചകിത ആഗത്യാം പൃഷദപരുഷ വിഷാണാഗ്രേണ ലുഠതി. ക്ഷീളികായമ്മ വൃഷാസമാധിനാമീലിതദൃശം പ്രേമ സംരംഭേണ ചകിത ആഗത്യാം പൃഷദപരുഷ വിഷാണാഗ്രേണ ലുഠതി. ആഫാദിതഹവിഷി ബർഹിഷി ദൂഷിതേ മയോ ഉപാലബ്ധോ ഭീതഭവദ്യുപരത. രാഫ ഋഷികുമാരവത് അവഹിത കരണകലാപ ആഫ്തേ. ആഫാദിത ഹവിഷി, ഞാൻ അഗ്നിയിലേക്ക് ഹോമിക്കാൻ വേണ്ടി ഹവിസ് വയ്ക്കുമ്പോൾ, ആഫാദിതമാകുമ്പോൾ വയ്ക്കുമ്പോൾ, ആഫാദിത ഹവിഷി ബർഹിഷി ദർഭപ്പുൽ, ഹോമിക്കാനുള്ള അന്നകബലങ്ങൾ ഉരുട്ടി ദർഭപ്പലിന്റെ മുകളിൽ വെച്ചിട്ട് അവിടെ നിന്നെടുത്താണ് മന്ത്രം ചൊല്ലി ഹോമിക്കുന്നത്. അപ്പൊ ഞാന് ഈ ദർഭപ്പുലിന്റെ അഗ്രഭാഗത്ത് ഹവിസുകൾ പാകപ്പെടുത്തി വെക്കുമ്പോൾ ദൂഷിതേ ഓടി വന്ന് ആ ദർഭപ്പുലിന്റെ അറ്റം നക്കി ചവച്ച് കുറച്ച് കടിച്ചു തിന്നിട്ട് ഓടിക്കളയും ഈ മാൻകുട്ടി. ദൂഷിതേ, അവിടെ ദുഷിപ്പിക്കും. അപ്പോൾ മയാ ഉപാലബ്ധോ, ഞാൻ വഴക്ക് പറയും. മയാ ഉപാലബ്ധോ, അപ്പോൾ ഭീത പേടിച്ച് നിൽക്കും. ഞാൻ വഴക്ക് പറയപ്പോൾ ഭവതി ഉപരത രാഫ, പെട്ടെന്ന് കളിയിൽ നിന്നും പിന്തിരിഞ്ഞു. ഭവതി ഉപരത രാഫ, രാഫം ച കളി, കളിയിൽ നിന്നും പിന്തിരിഞ്ഞിട്ട് ഋഷികുമാരവത്, ഋഷികുമാരനെ പോലെ അവഹിത കരണ കലാപ, അടക്കിയ അവഹിതമാക്കിയ കരണകലാപങ്ങൾ, ഇന്ദ്രിയക്കൂട്ടങ്ങളൊക്കെ അടക്കി നിർത്തിയ ഒരു മുനികുമാരനെ പോലെ ആഫ്തേയിരിക്കും. യാദൃശ്യമായി താൻ ഹവിസ് ദർഭപ്പുലിന്മേൽ ഹോമിക്കാൻ വേണ്ടി എടുത്തു വയ്ക്കുമ്പോൾ സ്വാതന്ത്ര്യം കൊണ്ട് ഈ മാൻകുട്ടി ഓടി വന്ന് എന്റെ അടുക്കൽ വന്ന് കളിച്ച് ഈ ദർഭപ്പുലിന്റെ അറ്റം ഇന്ത്യയും ഒന്ന് കടിച്ച് അതിൽ നിന്ന് തിരിച്ച് ചോറും കഴിച്ചിട്ട് ഓടിപ്പോയി കളയും. അപ്പൊ ഞാൻ പെട്ടെന്ന് നോക്കിയിട്ട് ഒന്ന് കണ്ണു മിഴിച്ച് ചൂടായി ദേഷ്യപ്പെട്ട് വഴക്ക് പറയും.
അപ്പോൾ പേടിച്ച് കളിയൊക്കെ മതിയാക്കി മുനികുമാരന്മാർ എപ്രകാരമാണോ ഇന്ദ്രിയങ്ങളെ പിന്തിരിപ്പിച്ചിട്ട് ശാന്തനായിരിക്കുന്നത്, അതുപോലെ ഈ മാൻകുട്ടി ശാന്തനായി അല്പസമയം അവിടെ നിൽക്കും. എന്തൊരു കാഴ്ചയാണ് ഇത് കാണാൻ. ആഫാദിത ഹവിഷി ബർഹിഷി ദൂഷിതേ മയോപാലബ്ധോ ഭീതഭീത സ്വപദ്യുപരത രാഫ ഋഷികുമാരവത് അവഹിത കരണ കലാപ ആഫ്തേ ആഫാദിത ഹവിഷി ബർഹിഷി ദൂഷിതേ മയോപാലബ്ധോ ഭീതഭീത സ്വപദ്യുപരതരാഫ ഋഷികുമാരവത് അവഹിത കരണ കലാപ ആഫ്തേ ആഫാദിത ഹവിഷി ബർഹിഷി ദൂഷിതേ മയോപാലബ്ധോ ഭീതഭീത സ്വപദ്യുപരതരാഫ ഋഷികുമാരവത് അവഹിതകരണ കലാപ ആഫ്തേ കിംവാം അരേ ആചരിതം തപസ്തപസ്വിജ്ഞാനയാം യത് ഇയം അവനി പവിനയ കൃഷ്ണഭാരതനയ തനുതരം സുഭഗ ശിവതമാഘര ഘുരപദ പങ്ക്തിഭദ്രവിണ വിധുര ആതുരസ്യ കൃപണസ്യ മമ ദ്രവിണ പദവീം പൂജയന്തി ആത്മാനം ച പർവ്വതകൃതകൗതുകം ദ്വിജാനാം സ്വർഗാപവർഗകാമാനാം ദേവേജനം കരോതി. തന്നെയുമല്ല അരേ ആചരിതം. അരേ എന്നുള്ളത് എന്ത് എന്നുള്ള സംബോധനയാണ്. ആചരിതം ആചരിക്കപ്പെട്ടത് തപഹ. കിംവ തപഹ ആചരിതം. എന്ത് തപസ്സാണ് ആചരിക്കപ്പെട്ടത്? തപസ്വിനിയാ അനയാ. ഈ തപസ്വിനിയാൽ എന്ത് തപസ്സാണ് ആചരിക്കപ്പെട്ടത്? ഏത് ഇയം അവൻ ഈ ഭൂമി. ഈ ഭൂമി എന്ത് തപസ്സാണ് ആചരിച്ചത്? എന്താ കാരണം? പവിനയ കൃഷ്ണഭാരതനയ, വളരെ വിനയത്തോടു കൂടിയ ഈ കൃഷ്ണഭാരതനയം മാൻകുട്ടിയുടെ തനുതരമായ, വളരെ ശോഷിച്ച, ഏറ്റവും സൂക്ഷ്മങ്ങളായ, സുഭഗങ്ങളായ, സുന്ദരങ്ങളായ, ശിവതമങ്ങളായ, പരിശുദ്ധങ്ങളായ, അഖരം എന്താണ് മൃദുവായ, ഖരമല്ലാത്തത്, ശിവതമ അഖരമായ ഖുരപദ പങ്ക്തിഭിഹി, കുളമ്പടികളാൽ, ഖുരപദ പങ്ക്തി കുളമ്പടികളാൽ, ദ്രവിണ വിധുനാതുരസ്യ, ദ്രവിണം ധനം, ധനം നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് ആതുരനായ, വിധുരാതുരസ്യ കൃപണസ്യ, കാരുണ്യമർഹിക്കുന്ന മമ ദ്രവിണ പദവി, എന്റെ മുതലിന്റെ മാർഗത്തെ പൂജയന്തി, പൂജിപ്പിച്ചുകൊണ്ട് ആത്മാനഞ്ച സർവത കൃതകൗതുകം, ആത്മാനഞ്ച തന്റെയും ആത്മാവിനെയും കൃതകൗതുകം, കൗതുകമുണ്ടാക്കിക്കൊണ്ട് ദ്വിജാനാം ബ്രാഹ്മണർക്ക് സ്വർഗ സുഖ ആഗ്രഹങ്ങളുടെ, സ്വർഗ അപവർഗ കാമാനാം ദേവയജനം യാഗസ്ഥാനമായിട്ട് കരോതി ചെയ്യുന്നു. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വിലപിച്ചതിന് ശേഷം ആശ്രമത്തിന്റെ പുറത്ത് കടന്ന് നോക്കി. മാൻകുട്ടിയെ കാണാൻ നോക്കുകയാണ്. പിന്നെ നോക്കിയപ്പോൾ അതിന്റെ കുളമ്പടികൾ ആശ്രമത്തിന്റെ മുറ്റത്ത് മണ്ണിൽ പതിഞ്ഞിട്ടുണ്ട്. ഈ ഭൂമിദേവി എത്ര ഭാഗ്യവതിയാണ്! എന്ത് തപസ്സാണ് ഈ ഭൂമി ചെയ്തത്! ഈ മാൻകുട്ടിയുടെ കുളമ്പടി ഏൽക്കാനുള്ള സൗഭാഗ്യം ആർക്ക് കിട്ടി? ഈ ഭൂമിക്ക് കിട്ടിയില്ലേ? അരേ കിംവ തപഹ അനയ തപസ്വിന്യ ആചരിതം. എന്ത് തപസ്സാണ് ഈ ഭൂമി ദേവി ചെയ്തത്? ഈ മാൻകുട്ടിയുടെ കുളമ്പടി ഏൽക്കാൻ സാധിച്ച ഒരു പുണ്യം, ഒരു ഭാഗ്യം കിട്ടണമെങ്കിൽ തപസ് ചെയ്യണം. ഈ ഭൂമിദേവി എന്ത് തപസ് ചെയ്തിട്ടാണ് ഇതിനൊക്കെയാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്? ഭാഗ്യവതിയാണ് ഭൂമിദേവി. കാരണം
ഈ പവിനയ കൃഷ്ണഭാര തനയ തനുതര സുഭക ശിവതമ അഖുരഖുര പദപംക്തിഭി, ഇത്രയും ആ കുളമ്പടിയുടെ വിശേഷണമാണ്. വളരെ വിനയത്തോടു കൂടിയ ഈ കൃഷ്ണഭാര തനയൻ, കൃഷ്ണഭാരം മാനാണ്, കൃഷ്ണമാണ്, അതിന്റെ പുത്രൻ, അതിന്റെ തനുതരമായ സൂക്ഷ്മങ്ങളായ സുഭഗങ്ങളായ സുന്ദരങ്ങളായ ശിവതമങ്ങളായ മംഗളകരങ്ങളായ അഖരമായ മൃദുവായ ഖുര പദ പങ്ക്തിഭി, അതിൻ്റെ ഈ കോമളങ്ങളായ പരിശുദ്ധമായ ചന്തമേറിയ കുളമ്പടിയുടെ നിരകൊണ്ട് ആ കൃഷ്ണഭാരപാലകൻ എന്ന ധനത്തിന്റെ അദർശനം കൊണ്ട് ദ്രവിണ വിധുര ആതുരഭ്യ, കയ്യിലുള്ള മുതല് നഷ്ടപ്പെട്ടാൽ, ധനം നഷ്ടപ്പെട്ടാൽ എന്തുമാത്രം ദൈന്യത ഉണ്ടാകുമോ അതേപോലെ ദൈന്യത എനിക്കിപ്പോ ഉണ്ടായി. മുതല് നഷ്ടപ്പെട്ടതുപോലെ ഞാൻ വേദനിക്കുകയാണ്. ആരെക്കൊണ്ട്? ഈ മാൻകുട്ടി പോയതുകൊണ്ട്. അങ്ങനെയുള്ള എനിക്ക് ദ്രവിണ പദവിയും പൂജയന്തി, അങ്ങനെയുള്ള എനിക്ക് ഈ കുളമ്പടികളാകുന്ന ആഭരണങ്ങൾ ധരിച്ചിരിക്കുന്ന തന്റെ സ്ഥാനം, ദ്രവിണ പദവിയുള്ള തന്റെ സ്ഥാനം സൂചിപ്പിച്ചുകൊണ്ട് ആത്മാനം തന്നെയും സ്വർഗാപവർഗ കാമാനാം ദ്വിജാനാം, സ്വർഗാപവർഗങ്ങൾ കാമിക്കുന്ന ബ്രാഹ്മണർക്കും കൃതകൗതുകം ച പർവ്വത, ഈ കൃഷ്ണഭാരം എന്ന മൃഗം ഏത് ദേശത്തുണ്ടോ ആ ദേശത്ത് ധർമാഭിവൃദ്ധിയാണെന്ന് അറിഞ്ഞുകൊള്ളുവേ. കാരണം സ്മൃതിവചന പ്രകാരം കൃഷ്ണഭാരബാലന്റെ സഞ്ചാരം കൊണ്ട് യാഗഭൂമിയായി തീർന്നിരിക്കുന്നു ഈ സ്ഥാനം നർത്ഥം. ദേവയജനം കരോതി, ഈ ആശ്രമസ്ഥാനം ഇപ്പോൾ ഒരു ദേവഭൂമിയായി തീർന്നിരിക്കുന്നു ഇതിന്റെ കുളമ്പടി പതിഞ്ഞത് കൊണ്ട്. അത്രയ്ക്ക് ഉത്കൃഷ്ടമാണ് ഈ മാൻകുട്ടിയുടെ കുളമ്പടികൾ. അത് ഇറക്കാനുള്ള ഭാഗ്യം ഈ ഭൂമിക്ക് കിട്ടിയില്ലേ? എന്ത് തപസാണ് ഈ ഭൂമി ചെയ്തിരിക്കുന്നത്. കിംബ അരേയാചരിതം തപസ്തപസ്വിജ്ഞാനയാം യതി യമവനി ഭവനയ കൃഷ്ണഭാരതനയ തനുതര സുഭഗ ശിവതമ അഖര ഖുര പദ പങ്ക്തിഭി ദ്രവിണ വിധുര ആതുരസ്യ കൃപണസ്യ മമ ദ്രവിണ പദവീം പൂജയന്തി ആത്മാനന്ദ സർവതകൃതകൗതുകം ദ്വിജാനാം സ്വർഗാപവർഗ കാമാനാം ദേവേജനം കരോതി. കിംബ അരേ ആചരിതം തപസ്തപസ്വിജ്ഞാനയാം യതി യമവനി പവനയ കൃഷ്ണഭാരതനയ തനുതര സുഭഗ ശിവതമാഖര ഖുര പദപത്മ പദപങ്ക്തിഭി ദ്രവിണ വിധുരാതുരസ്യ കൃപണസ്യം മമ ദ്രവിണ പദവീം പൂജയന്ത്യാത്മാനന്ദ സർവത കൃതകൗതുകം ദ്വിജാനാം സ്വർഗാപവർഗകാമാനാം ദേവേജനം കരോതി. കിംബ അരേ ആചരിതം തപസ്തപസ്വിജ്ഞാനയാം യതി യമവനി ഭവനയ കൃഷ്ണഭാരതനയ തനുതര സുഭഗ ശിവതമ അഖര ഖുരപദപങ്ക്തിഭി ദ്രവിണ വിധുരാതുരസ്യ കൃപണസ്യ മമ ദ്രവിണ പദവീം പൂജയന്ത്യാത്മാനന്ദ സർവത കൃതകൗതുകം ദ്വിജാനാം സ്വർഗാപവർഗകാമാനാം ദേവേജനം കരോതി. അവിസ്ഫിതഭോ ഭഗവാൻ ഉടുപതിരേനം മൃഗവതിഭയാൻ മൃതമാതരം മൃഗവാലകം സ്വാശ്രമ പരിഭ്രഷ്ടമനുകമ്പയാം കൃപണജനവത്സല പരിപാടി. അവിസ്ഫിത് അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നും ഈ മാൻകുട്ടിയുടെ അദർശനം കൊണ്ട് ഊഹിക്കാം. അപിസ്ഫിത് അസൗ ഭഗവാൻ ഉടുപതി, ഈ ഉടുപതിയായ ഭഗവാൻ, ഉടുപതി ചന്ദ്രൻ, ഉടു നക്ഷത്രം, ഉടുപതി നക്ഷത്രങ്ങളിലെ നായകൻ ചന്ദ്രൻ. ഭഗവാൻ ഉടുപതി, അസൗ ഭഗവാൻ ഉടുപതി, ഈ നക്ഷത്രാധിപതിയായ ചന്ദ്രൻ ഏനം ഇവനെ മൃഗപതി ഭയാത്, ഇവനെ മൃഗപതി ഭയാത്, മൃഗങ്ങളുടെ പതി സിംഹമാണ്,
സിംഹത്തെ ഭയന്നിട്ട് മൃഗപതി ഭയാത് മൃതമാതരം അമ്മയില്ലാത്ത മൃഗബാലകം ഈ ചെറിയ മാൻകുട്ടിയെ സ്വാശ്രമ പരിഭ്രഷ്ടം തന്റെ ആശ്രമത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ഈ മാൻകുട്ടിയെ അനുകമ്പയാ കാരുണ്യം കൊണ്ട് കൃപണജനവത്സല ദുഃഖമുള്ളവരോട് വാത്സല്യമുള്ളവനായ ഈ ചന്ദ്രൻ പരിപാതി രക്ഷിക്കുന്നുണ്ട്. കാവ്യാത്മകമായ ഭാഷയിൽ ചന്ദ്രന്റെ നടുക്കുള്ള കളങ്കം ഒരു മാൻകുട്ടിയെ മടിയിലിരുത്തിക്കാണ് എന്നൊരു സങ്കല്പമുണ്ട്. അത് കവികൾക്ക് ത്രികാലമായിട്ടുള്ള സങ്കല്പമാണ്. മുയലാണെന്നും മാനാണെന്നും ഒക്കെ പലരും പലതരത്തിലുള്ള ഭാവനയിൽ പറയും. ഇത് ഈ മാൻകുട്ടിയാണ് ചന്ദ്രൻ മടിയിലിരുത്തിയിരിക്കുന്നത്, രക്ഷിക്കുകയാണ്. ഇതൊരു കാരുണ്യമാണ് ഈ ചന്ദ്രഭഗവാന്. ഈ മാൻകുട്ടിയെ മടിയിലിരുത്തി രക്ഷിക്കുകയാണ്. അമ്മയില്ലാത്ത കുട്ടിയാണ്. സിംഹാദികളിൽ നിന്നും ആക്രമണം ഒരിക്കലും ഉണ്ടാകില്ല. അതുകൊണ്ട് ചന്ദ്രൻ തന്റെ രശ്മി കൊണ്ട് മുകളിലേക്ക് വലിച്ച് തന്നെ മടിയിൽ ഇപ്പോഴും രക്ഷിക്കുകയാണ്, അല്ലേ? അപ്പൊ ഞാൻ രക്ഷിച്ചില്ലെങ്കിലും എന്താണ്, ഈ ഉദിച്ചു വരുന്ന ചന്ദ്രനിലെ മൃഗരൂപമായ അടയാളം കണ്ടിട്ട് ഒരു മോഹം കൊണ്ട് പറയുകയാണ്. അതൊരു ഭാവനയാണ്. എൻ്റെ ആശ്രമത്തിൽ നിന്നും വഴിതെറ്റിപ്പോയ അമ്മയില്ലാത്ത ഈ കുഞ്ഞു മാൻകുട്ടിയെ മറ്റുള്ള സിംഹങ്ങളിൽ നിന്ന് ആക്രമം ഭയന്ന് രക്ഷിക്കാൻ വേണ്ടി ദീനവത്സലനായ ഭഗവാൻ ചന്ദ്രൻ തന്റെ മടിയിൽ ഇരുത്തി രക്ഷിക്കുകയല്ലേ എന്നൊരു ഉൾപ്രേക്ഷാരൂപത്തിലുള്ള ആശങ്കയാണ്. അഭിസ്വിദസൗ ഭഗവാനുടുപതിരേനം മൃഗവതി ഭയാൻ മൃഗമാതരം മൃഗബാലകം സ്വാശ്രമ പരിഭ്രഷ്ടം അനുകമ്പയാ കൃപണജനവത്സല പരിപാതി. അഭിസ്വിദസൗ ഭഗവാനുടുപതിരേനം മൃഗവതി ഭയാൻ മൃഗമാതരം മൃഗബാലകം സ്വാശ്രമ പരിഭ്രഷ്ടം അനുകമ്പയാ കൃപണജനവത്സല പരിപാതി. അഭിസ്വിദസൗ ഭഗവാനുടുപതിരേനം മൃഗപതി ഭയൻ മൃഗമാതരം മൃഗബാലകം സ്വാശ്രമ പരിഭ്രഷ്ടം അനുകമ്പയാ കൃപണജനവത്സല പരിപാതി. കിം വാ ആത്മജവിശ്ലേഷ ജ്വരദവദഹന ശിഖാഭി ഉപതപ്യമാന ഹൃദയ സ്ഥല നളിനീകം മാമുപഭൃത മൃഗീതനയം ശിശിര ശാന്താനുരാഗഗുണിത നിജവദന ഫലിലാമൃതമയ ഗഭക്തിഭിः സ്വഥയതീ ചാം. കിം വാ, തന്നെയുമല്ല, ആത്മവിശ്ലേഷം, ആത്മജവിശ്ലേഷം, ആത്മജൻ പുത്രൻ, ഇത് പുത്രനാണെന്ന് തന്നെ നിശ്ചയിച്ചു. ഈ ആത്മജനായ ഈ പുത്രന്റെ വിശ്ലേഷം, വേർപാട്, ആ വേർപാട് കൊണ്ട് ആകുന്ന ജ്വരം, ജ്വരത്തിന് പനി എന്നർത്ഥം. പനി എന്ന് വെച്ചാൽ ചൂട്, വേദന, സങ്കടം എന്നർത്ഥം. സ്വന്തം പുത്രന്റെ വേർപാട് കൊണ്ട് പനി പിടിച്ച് ജ്വരം ബാധിച്ച് ദഹന ശിഖാഭി, കാട്ടുതീയിന്റെ ജ്വാലകളാൽ, ദവദഹനൻ കാട്ടുതീ, കാട്ടുതീയുടെ ശിഖകളാൽ, ജ്വാലകളാൽ ഉപതപ്യമാനം, ഏറ്റവും അധികം ചൂടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയസ്ഥല നളിനീകം, സ്ഥലത്തിലെ താമരയ്ക്ക് തുല്യമായ ഹൃദയത്തോടു കൂടിയ, അതാണ് ഹൃദയ സ്ഥല നളിനീകം. ഹൃദയം, നിലത്തുള്ള താഴെയുള്ള താമരയ്ക്ക് തുല്യമായ ഹൃദയത്തോടെ, എൻ്റെ ഹൃദയം താമര പോലെ പെട്ടെന്ന് വാടിപ്പോകുന്നതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആ താമരയുടെ മേലാണ്, ആ ഹൃദയത്തിലേക്കാണ് കാട്ടുതീയുടെ ജ്വാല പതിക്കുന്നത്. ആ കാട്ടുതീയുടെ ജ്വാല വിരഹം കൊണ്ടുള്ള വേദന കൊണ്ടാണ്, വിരഹ താപാഗ്നി കൊണ്ടുള്ള കാട്ടുതീയാണ്. അതുകൊണ്ട് എനിക്ക് ചൂട് പിടിച്ചു, പനി പിടിച്ചു. അങ്ങനെ എൻ്റെ ഹൃദയമാകുന്ന ഈ താമര ഇപ്പോൾ വാടിപ്പോയിരിക്കുന്നു.
കിംബ ആത്മജ വിശ്ലേഷ ജ്വര ദവദഹന ശിഖാഭിഹി ഉപതപ്യമാന ഹൃദയ സ്ഥല നളിനീകം മാം ഉപഫൃതമൃഗീതനയം മാം എന്നെ ഉപഫൃത മൃഗീതനയം മാൻകുട്ടിയെ അന്വേഷിക്കുന്ന എന്നെ മാം എന്നെ ഉപഫൃതം അന്വേഷിക്കുന്ന മൃഗീതനയം മാൻകുട്ടിയുടെ പുത്രനെ അന്വേഷിക്കുന്ന എന്നെ ശിശിര ശാന്താനുരാഗ ഗുണിത നിജ വദന ഫലിലാമൃതമയ ഗഭക്തിഭി. ശിശിരം തണുപ്പുള്ളത്, ശാന്തമായ, അനുരാഗമുള്ള, അതുകൊണ്ട് ഗുണിതമായ, കൂടിച്ചേർന്ന നിജവദന തന്റെ മുഖത്തുള്ള ഫലിലം വെള്ളമാകുന്ന അമൃതമയമായ ഗഭക്തിഭിഹി രശ്മികളാൽ, ഗഭക്തി രശ്മികളാൽ ഫൊഥയതി ആശ്വസിപ്പിക്കാൻ. മുറ്റത്തിറങ്ങി ചന്ദ്രനെ നോക്കിയിട്ടാണ് ഈ പറഞ്ഞത്. ഓ, നീ മടിയിലെടുത്ത് വെച്ച് ആ കുഞ്ഞിനെ രക്ഷിക്കലാണല്ലേ. എന്ത് തന്നെയല്ല, നിന്റെ തണുത്ത ആ രശ്മികൾ, നിലാവ് എൻ്റെ മേൽ പതിയുമ്പോൾ എൻ്റെ ഹൃദയത്തിലുള്ള താമര ഇപ്പോൾ അതിന്റെ വാട്ടം മാറ്റുകയാണ്, എന്നെ ആശ്വസിപ്പിക്കുകയാണ്. ആര്? ഈ ചന്ദ്രൻ. ചന്ദ്രരശ്മികൾ നമുക്ക് തണുപ്പ് നൽകുന്നതാണ്. അങ്ങനെ തണുപ്പ് എന്താണ്? ശിശിരമാണ്, ശാന്തമാണ്, അനുരാഗഗുണിതമാണ്, തന്റെ വദനത്തിൽ നിന്നും ഒഴുകുന്ന വെള്ളമാകുന്ന അമൃതമയമായ രശ്മി കൊണ്ട്. ഇത്രയും നിലാവിന്റെ വിശേഷണം കൊടുത്താണ്. ശിശിര ശാന്ത അനുരാഗ ഗുണിത നിജവദന ഫലിലാമൃതമയ ഗഭക്തി. ശിശിര ശാന്താനുരാഗ ഗുണിത നിജവദന ഫലിലാമൃതമയ ഗഭക്തിഭി സ്വഥയതി. അതുകൊണ്ട് എന്നെ ആശ്വസിപ്പിക്കുകയാണല്ലേ. എന്താ ആശ്വസിപ്പിക്കാൻ കാരണം? ഈ മാൻകുട്ടിയെ വേർപിരിഞ്ഞിരിക്കുന്ന സന്താപം കൊണ്ട് എന്റെ ഹൃദയമാകുന്ന താമര ചൂട് പിടിച്ചു വാടിയിരിക്കുകയാണ്. പുത്രന്റെ വേർപാട് കൊണ്ട് കാട്ടുതീയുടെ ജ്വാല പോലെയുള്ള ജ്വാല പനി പിടിച്ച് എന്റെ ഹൃദയത്തെ ചുട്ട് തപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹേ ചന്ദ്ര ഭഗവാൻ, അങ്ങ് തന്റെ തണുത്ത കിരണം കൊണ്ട് ഈ ചൂടിനെ ഒന്ന് മാറ്റി ആശ്വസിപ്പിക്കല്ലേ ഇപ്പൊ ചെയ്യുക. കിംബ ആത്മജ വിശ്ലേഷ ജ്വര ദവ ദഹന ശിഖാഭിഹി ഉപതപ്യമാന ഹൃദയസ്ഥല നളീകം മാം ഉപസൃതമഗീതനയം ശിശിര ശാന്ത അനുരാഗ ഗുണിത നിജവദന ഫലിലാമൃതമയ ഗഭക്തിഭി സ്വഥയതീതി. കിംബ ആത്മജ വിശ്ലേഷ ജ്വര ദവദഹന ശിഖാഭിരുപതപ്യമാന ഹൃദയസ്ഥല നളീകം മാം ഉപസൃത മഗീതനയം ശിശിര ശാന്താനുരാഗ ഗുണിത നിജവദന ഫലിലാമൃതമയ ഗഭക്തിഭി സ്വഥയതീതി. കിംബ ആത്മജ വിശ്ലേഷ ജ്വര ദഹന ശിഖാഭിരുപതപ്യമാന ഹൃദയസ്ഥല നളീകം മാം ഉപസൃത മഗീതനയം ശിശിര ശാന്താനുരാഗ ഗുണിത നിജവദന ഫലിലാമൃതമയ ഗഭക്തിഭി സ്വഥയതീതി. ഏവം അഖഡമാനമനോ. രാജ്യം പോലും വേണ്ടെന്ന് പറഞ്ഞ് വിരക്തനായി പോയ ഒരു വലിയ മനുഷ്യന് ഒരു മാൻകുട്ടിയെ കണ്ടപ്പോൾ ഉണ്ടായ പതനം. അയ്യോ, അതാണ് വിസ്തരിച്ച് വർണ്ണിച്ച് കാണിക്കുന്ന. അതാണ് തന്നെയല്ല, ഈ ഭരതൻ സ്വന്തം മക്കളെ ഉപേക്ഷിച്ച് വരാൻ മടിയില്ലാത്തവനായിരുന്നു. നമ്മളെ പോലെ സാധാരണക്കാരനല്ല, രാജസുഖങ്ങള് പോലും ഉപേക്ഷിച്ച് സന്യസിക്കാൻ വന്ന ആളാ. അതെന്താണ്? സ്വന്തം തന്നിലുണ്ടായ പുത്രനെ ഉപേക്ഷിച്ചു, പക്ഷെ ഈ മാൻകുട്ടിയെ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. അത് സാറേ ഉപനിഷത്ത് പറയുന്നത് ഈ പിന്നെ മൂർച്ചയുള്ള ഒരു വാൾത്തലയെ കൂടെ നടക്കുന്നത് പോലെ അതുപോലെയാണ്. അപ്പൊ ഒരു നിമിഷം നമ്മുടെ ചിന്ത തെറ്റിപ്പോയെങ്കിൽ തീർന്നു. നിമിഷം കൊണ്ടുപോകും. അതപ്പോ
ഭരതനെ പോലെ വലിയ ഒരാളിന്റെ ചിന്ത തെറ്റിയപ്പോ പിന്നെ നമ്മളെ പോലെ ബാക്കിയുള്ളവരുടെ സാധാരണ കാര്യം അതെ, അതിന് സാധ്യതയുണ്ട് നമ്മെ അതാണ്. അതിപ്പം ബോധ്യപ്പെടുത്തുകയാണ്. ഇങ്ങനെ വായിക്കുമെങ്കിൽ സാർ ഇത് പദാനുപദമായിട്ട് ഇങ്ങനെ പറയുമ്പോഴാണ് ആ പതനത്തിന്റെ ശക്തി അറിയുന്നത്. അതെ അതെ അതെ. നമ്മൾ വായിച്ചു പോകുമ്പോ നമുക്ക് കഥ അറിയാം, പക്ഷെ സാർ അത്രേ ഉള്ളൂ ഓരോ അത്രേ ഉള്ളൂ. പദമായിട്ട് ഇങ്ങനെ പറയുമ്പോഴാണ് ആ പദനത്തിന്റെ അറിയുന്നത്. ശക്തി നമുക്ക് മനസ്സിലാവുന്നത്. ഇതിലെ സാഹിത്യവും അയ്യോ, പിന്നെ എന്തൊരു ഉപമയാ. ഇതിലെ ഉപമാനോപമേയങ്ങളും അതെ അതെ അതുപോലെ തന്നെ ഈ വിപ്രലംബ ശൃംഗാരത്തിന് എനിക്ക് തോന്നുന്നു ഇതിൽ നിന്നായിരിക്കാം ഉപമാനോപമയങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതെ അതെ അതെ. നല്ല ഭാഗ്യമാണ്, നല്ല കവിഹൃദയമാണ് ശരിക്കും. കാരണം ഇതിൽ നിന്നാണ് അത് പലപ്പോഴും ഇങ്ങനെ ചന്ദ്രനും മാനും ഒക്കെ അല്ലേ, ചന്ദ്രനും നിലാവും ചൂടും താമരയും ഒക്കെ അല്ലേ വരുന്നത്. അതൊക്കെ സത്യത്തിൽ ഇതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും എടുത്തത് നല്ല മഹാകവിയെ പോലെ അത് സുന്ദരമാക്കി. ചന്ദ്രൻ മടിയിൽ എത്തിയിരിക്കുന്ന ഈ ആൺകുട്ടിയാണ്. മനോഹരമായ വർണ്ണന. സുന്ദര. അതെ. ഏവമഖഡമാന മനോരഥാകുലഹൃദയോ മൃഗധാരകാഭാഫേന സ്വാരബ്ധകർമ്മണ യോഗാരംഭണതോ വിഭ്രംശിത ഭയോഗതാപസോ ഭഗവതാരാധനലക്ഷണാച്ചാം കഥമിതരഥ ജാത്യന്തര ഏണകുണക ആഭംഗ സാക്ഷാന്ശ്രേഫ പ്രതിപക്ഷതയാ പ്രാക് പരിത്യക്ത ദുസ്ത്യജ ഹൃദയാഭിജാതഫ്യതഫീവ മന്ദരായ വിഹിത യോഗാരംഭണസ്യ രാജർഷേർഭരതസ്യ താപൻ മൃഗാത്മക പോഷണ പാലന പ്രീണന ലാളന അനുഷംഗേണ അവിഗണയത ആത്മാനം അഹിരിവ ആഘുബിലം ദുരതിക്രമകാല കരാളരഭസ ആപദ്യതാം. ഏവം ഇങ്ങനെ അഖഡമാന മനോരഥ ആകുലഹൃദയ, സാധിക്കാത്ത ആഗ്രഹം കൊണ്ട് ആകുലഹൃദയനായി. ആ മാൻകുട്ടിയെ കിട്ടുന്നില്ല, കാണുന്നില്ല. അഖഡമാനം, ഘടിപ്പിക്കാനാവാത്ത, യോജിപ്പിക്കാനാവാത്ത മനോരഥം കൊണ്ട് ആകുലഹൃദയനായി ഭരതൻ. മൃഗധാരക ആഭാസേന, മാൻകുട്ടി എന്നുള്ള ആകൃതി, ആഭാസം തോന്നിക്കല, ആകൃതിയിലുള്ള മൃഗധാരക ആഭാസേന സ്വ ആരബ്ധകർമ്മണ, തന്റെ ആരബ്ധകർമ്മം കൊണ്ട്, തന്റെ പ്രാരബ്ധ കർമ്മമാണ് ഈ മാൻകുട്ടിയുടെ പേരിൽ തന്നെ മുമ്പിൽ നിന്നത്. ഈ പ്രാരബ്ധ കർമ്മം അനുഭവിച്ചേ തീർക്കാൻ പറ്റുമെന്നാണ്. അപ്പൊ തന്റെ ഈ പ്രാരബ്ധ കർമ്മമായിരിക്കണം ഈ മാൻകുട്ടിയുടെ പേരിൽ എനിക്കൊരിക്കലും ഘടിപ്പിക്കാനാവാത്ത അത്ര മനോരഥം കൊണ്ട് ആകുലഹൃദയനായ എന്നെ ഈ മാൻകുട്ടി എന്നുള്ള ആഭാസേന, തോന്നലിലൂടെ സ്വാരബ്ധകർമ്മണ യോഗ ആരംഭണതോ, യോഗാരംഭണത്തിൽ നിന്നും, യോഗത്തിന്റെ ആ ആരംഭത്തിൽ നിന്നും, യോഗത്തിൽ താൻ മുമ്പോട്ട് നീങ്ങാനുള്ള തന്റെ യത്നത്തിൽ നിന്നും വിഭ്രംശിത, ഭ്രംശിക്കപ്പെട്ടു, താഴെ വീഴപ്പെട്ടു. ഇത് ഉറപ്പായി. കാരണം യോഗ വിധിയെല്ലാം വിട്ടു എന്നറിയാം. ഇപ്പൊ ഏക വിചാരം മാൻകുട്ടി മാത്രമേ ഉള്ളൂ. അപ്പം ഒരിക്കലും അതുമായിട്ട് ചേരാനാവാത്ത തന്റെ മനോരഥം, അത് ഒരു പ്രാരബ്ധ കർമ്മത്തിന്റെ അനുഭവമാണ്. അത് മാൻകുട്ടിയുടെ രൂപത്തിൽ വന്ന് എൻ്റെ മുമ്പിൽ വന്ന് എന്നെ അതിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയത് കൊണ്ട് എൻ്റെ യോഗസിദ്ധികൾ എല്ലാം ഭ്രംശിതമായി. യോഗതാപസോ, ആ യോഗതാപസൻ ഭഗവത് ആരാധന ലക്ഷണാച്ച, ഭഗവത് ആരാധന ലക്ഷണങ്ങളിൽ നിന്നും കഥം ഇതരഥ, അല്ലെങ്കിൽ ഇതരഥ മറ്റു പ്രകാരത്തിൽ ജാത്യന്തര, മറ്റൊരു ജാതിയിലുണ്ടായതാണ്, മനുഷ്യജാതിയല്ല. ഏണകുണക ആഫങ്ക, ഈ മാൻകുട്ടിയിലുള്ള ആഫങ്കം എനിക്ക് എങ്ങനെ ഉണ്ടായി? എൻ്റെ സ്വന്തം പുത്രന്മാരുടെ ഇത്രയും ആഫങ്കം എനിക്കുണ്ടായില്ല. അവരെ പരിചയിച്ച് പറയാൻ ഒരു വിഷമവും ഇല്ലായിരുന്നു. പിന്നെ വന്ന പിന്നെ അവരെ കുറിച്ച് വിചാരമേ എനിക്കുണ്ടായിട്ടില്ല.
ആ എൻ്റെ മുമ്പിൽ ഈ ഒരു കുഞ്ഞു ആൺകുട്ടി വന്നിട്ട് ഇത്രയൊക്കെ എന്നെ കബളിപ്പിക്കണമെങ്കിൽ എൻ്റെ പ്രാരബ്ധ കർമ്മം തന്നെയാണ്. അത് അനുഭവിച്ച് തീർന്നേ പറ്റുകയുള്ളൂ. കഥം ഇതരഥ, എങ്ങനെയാണിത്? അല്ലെങ്കിൽ ജാത്യന്തര ഏണഗുണക ആസംഗ, അന്യജാതിയിലുണ്ടായ ഈ മാൻകുട്ടിയിൽ എനിക്ക് ആസംഗം ഉണ്ടാകേണ്ട കാര്യം എന്താണ്? ഈ മാൻകുട്ടിയെ ആശ്രമത്തിൽ കൊണ്ടുവന്നു ഒരു ദിവസം അതിന് എന്ത് ചെയ്തു? വെള്ളമോ പുല്ലോ ഒക്കെ കൊടുത്തു കാട്ടിലേക്ക് പറഞ്ഞു വിട്ടാൽ പോരെ? കാരണം അത് കാട്ടിൽ ജാതിയിൽപ്പെട്ട മൃഗമാണ്, മനുഷ്യന്റെ കൂടെ ജീവിക്കേണ്ടതല്ല, ആശ്രമത്തിൽ ജീവിക്കേണ്ടതല്ല. അങ്ങനെ പോയാൽ അതിന്റെ കൂട്ടരുമായിട്ട് കണ്ടുപിടിച്ചത് പൊക്കോളും. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇതിനെ കാട്ടിൽ വിടാതെ എങ്ങും വിടാതെ കൂടെ കളിപ്പിച്ച് കിടത്തി ഉറക്കി ഭക്ഷണം കൊടുത്ത് കഴിപ്പിച്ച് ഇത്രയൊക്കെ എൻ്റെ സ്വന്തം മക്കളോട് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല. അതിനേക്കാൾ കൂടുതൽ ഞാൻ ഇതിനോട് ചെയ്തു. ജാത്യന്തര ഏണഗുണക ആസംഗ സാക്ഷാത് നിശ്രേഫ പ്രതിപക്ഷതയാണ്. സാക്ഷാത് നിശ്രേഫം മോക്ഷത്തിന്റെ പ്രതിപക്ഷമാണ്. പ്രതിപക്ഷം ശത്രു എന്നാണ്, ഇന്ന് സത്യമാണ്. അതിന്റെ പ്രതിപക്ഷതയാ പ്രാക് പരിത്യക്ത ദുസ്ത്യജ ഹൃദയ അഭിജാതസ്യ, പ്രാക് മുമ്പ് പരിത്യജിച്ച, വേണ്ടെന്ന് വെച്ച, ദുസ്ത്യജമായ, ത്യജിക്കാൻ വിഷമമുള്ള, ഹൃദയ ആഭിജാതസ്യ, ഹൃദയത്തിന്റെ ആഭിജാത്യത്തിൽ, തഫ്യേവം അന്തരായ വിഹിതം, അതിന് തടസ്സമുണ്ടാക്കുന്ന മട്ടിൽ ചെയ്യപ്പെട്ട യോഗ ആരംഭണസ്യ, ഈ യോഗയത്നത്തിന്റെ രാജർഷേഹ ഭരതസ്യ, രാജർഷിയായ ഭരതന് താവത് മൃഗ അർഭക, ഒരു മാൻകുട്ടിയെ പോഷണ പാലന പ്രീണന ലാളന അനുഷംഗേണ, പോഷിപ്പിക്കുക, പാലിക്കുക, കളിപ്പിക്കുക, ലാളിക്കുക, എന്താണ് കൂടെ ചേർന്ന് കളിക്കുക, ഈ അനുഷംഗേണ അവിഗണയത, ഇതൊന്നും പരിഗണിക്കാതെ ആത്മാനം, തൻ്റെ ആത്മാവിനെ, അഹിരിവ ആഖുബിലം, ആഖുബിലം അഹിരിവ, എലിയുടെ കൂട്ടിൽ ചെന്ന സർപ്പത്തെ പോലെ, എലിയുടെ കൂട്ടിലെത്തിയ സർപ്പത്തെ പോലെ ദുരതിക്രമ, ഇനിയും അതിക്രമിക്കാൻ പറ്റാത്തതായ കാലം. എലിയുടെ കൂട്ടിൽ പാമ്പ് എന്നാൽ പിന്നെ പാമ്പ് എലിയുടെ കഥ പറയാനില്ല. അത് ഒരു കാലസ്വരൂപനാണ്. കാലഹ കരാളരഭസ, ഭയങ്കര വേഗത്തിൽ, കരാളം ഭയങ്കരം, രഭസം വേഗം, ആപദ്യത ഇത് പ്രാപിച്ചു. ഈ മാൻകുട്ടിയുടെ രൂപത്തിൽ വന്ന പ്രാരബ്ധ കർമ്മം കൊണ്ട് യോഗത്തിൽ താഴെ വീണു, അതില്ലാതായി. യോഗതാപസനായ ഈ ഭഗവാന്റെ ആരാധനാരൂപമായ കർമ്മങ്ങളൊക്കെ തെറ്റി, അതൊക്കെ വിട്ടു. ഇതൊക്കെ പ്രാരബ്ധ കർമ്മഫലം അല്ലാണ്ട് വേറെ എന്താണ്? മറ്റൊന്നും പറയാൻ പറ്റത്തില്ല. കഥം ഇതരഥ, വേറെ പറയാത്ത എങ്ങനെ വരും? അതുകൊണ്ട് തനിക്കിപ്പോ എന്താണ്? സ്വർഗം കൂടിയല്ല, സ്വവർഗം കൂടിയല്ലാത്ത ഈ മാൻകുട്ടി, ഇതിന്റെ പേരിൽ ഇത്രയും താല്പര്യം ഒരു വിവേകിക്ക് എങ്ങനെ ഉണ്ടാകും? അതിനാണ് പ്രാരബ്ധ കർമ്മത്തെ കൊണ്ടുപിടിച്ചത്. ഒരു പ്രാരബ്ധ കർമ്മം ഈ യോഗാവസ്ഥയുടെ സമുന്നത പദവിയിലെത്തിയ ഒരാളെ താഴെ വീഴിക്കാമെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ എന്തുമാത്രം പ്രാരബ്ധ കർമ്മഫലം അനുഭവിക്കേണ്ടി വരും? അതിന് ആശങ്കയുണ്ടാവില്ല. അതിന്റെ തീഷ്ണത കാണിക്കാൻ ഈ കഥയുടെ മൂർധന്യാവസ്ഥ ഇവിടെ കവി ഉപയോഗിച്ചു. എന്നിട്ട് മോക്ഷത്തിന് തടസ്സമാണെന്നുള്ള വിചാരം കൊണ്ടാണ് തൻ്റെ സ്വന്തം പുത്രന്മാരെയൊക്കെ ഉപേക്ഷിച്ച് ഞാൻ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അവരെ ഉപേക്ഷിക്കാൻ പോരില്ലായിരുന്നല്ലോ. ദുസ്തജ ഹൃദയ ആഭിജാതസ്യ തസീവ അന്തരായ വിഹിതം, സ്വന്തം പുത്രന്മാർ പോലും തനിക്ക്
മോക്ഷമാർഗത്തിൽ തടസ്സമാകുമെന്ന് കണ്ടിട്ടാണ് അവരെയൊക്കെ ഉപേക്ഷിച്ച് വന്നത്. അത്രത്തോളം ഉപേക്ഷിക്കാനുള്ള കരുത്തും ഹൃദയപരിശുദ്ധിയും ഉണ്ടായിരുന്ന എനിക്ക് ഇപ്പോൾ അതിൽ നിന്നും വിഘ്നം വന്ന് തെറ്റിപ്പോയി കേവലം ഒരു മാൻകുട്ടിയുടെ പുറകെ നടന്ന് അതിനെ പോഷിപ്പിക്കുക, പരിപാലിപ്പിക്കുക, അതിൻ്റെ കൂടിയിരിക്കുക, ഇങ്ങനെയൊക്കെ വന്നത് പ്രാരബ്ധ കർമ്മശക്തി അല്ലാതെ മറ്റെന്താണ്? എളുപ്പത്തിൽ പ്രവേശിച്ച പാമ്പിനെ പോലെ ആർക്കും തടയാനാവാത്ത ആ ഭയങ്കരമായ വേഗത്തോടുകൂടി അന്ത്യകാലവും വന്നു. ഈ മാനിനെ ഓർത്തു തന്നെ ഇദ്ദേഹം മരിക്കാൻ പോവാണ്. അന്ത്യസമയവും വന്നു. പ്രാരബ്ധം തീരുമ്പോൾ അന്ത്യം ഉണ്ടാവും. എല്ലാവർക്കും അങ്ങനെയാണ്. അതുവരെ മരിക്കില്ല. ചിലപ്പോൾ 6, 7, 8, 10 വർഷം ഇങ്ങനെ കിടക്കും. ശ്വാസം മാത്രമേ ഉള്ളൂ. ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് പ്രാർത്ഥിക്കും. പക്ഷെ പ്രാരബ്ധ കർമ്മത്തിന്റെ ഫലം തീരാതെ മരിക്കാൻ പറ്റില്ല. ചിലർക്ക് വളരെ എളുപ്പമായിരിക്കും. കുഴഞ്ഞു വീണ് അപ്പം തന്നെ മരിച്ചെന്നും കേൾക്കാം. നിമിഷം മതി. ചിലപ്പോൾ വർഷങ്ങളോളം കിടക്കാം. അതെല്ലാം പ്രാരബ്ധ കർമ്മത്തിന്റെ അനുഭവഫലമാണ്. അതൊന്ന് കാണിക്കാനാണ് ഈ കഥ വ്യാസൻ മെനഞ്ഞ് മനോഹരമാക്കി രംഗത്ത് അവതരിപ്പിച്ചത്. സാറേ, ഇത് നമുക്ക് ഈ ജീവിതത്തിലെ എല്ലാവർക്കും അനുഭവപ്പെടുന്നതും എപ്പോഴും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും, എനിക്ക് എന്തുകൊണ്ട് ഇത് പറ്റി, അല്ലെങ്കിൽ അയാൾക്ക് ഇത്രയും നല്ല ആ മനുഷ്യന് എന്ത് പറ്റി. ഇത് ഒരു വലിയ സമസ്യയല്ലേ, ജീവിതത്തിന്റെ ഒരു വലിയ സമസ്യയല്ലേ. അതിന് നല്ല മറുപടിയാണ്. ഉത്തരം പറയാൻ പറ്റൂല. അപ്പോ അതിന് ഈ ജന്മാന്തരങ്ങളിലെ പ്രാരബ്ധമായ കർമ്മഫലം അല്ലാതെ മറ്റെന്ത് പറയാൻ? അപ്പൊ അത് ഈ ജന്മത്തിൽ ഒന്നും ചെയ്തിട്ടില്ല, നമുക്കെല്ലാം അറിയാം. പക്ഷെ ഇദ്ദേഹത്തിനെ അനുഭവിക്കാൻ കാരണം ജന്മാന്തരമായ പ്രാരബ്ധമാണ്. അതിന്റെ ഉദാഹരണം, ഒരു ഉപായം ഇത് മാത്രമേ പറയാനുള്ളൂ എന്നുള്ളതിന് ഒരു സമാധാനം കണ്ടെത്തി അത് ഏതവസ്ഥയിലും ആരെയും ബാധിക്കുകയും ചെയ്യാം എന്ന് നിങ്ങൾ ബോധിപ്പിച്ചു പോയി. കാരണം ഇവിടെ എത്ര പ്രാവശ്യം പിന്നെ ആ യോഗശബ്ദം എത്ര പ്രാവശ്യം ഈ ഒരു പറഞ്ഞിട്ടുണ്ട്. യോഗ തപസ്സി യോഗാരംഭം. അതെ അതെ, യോഗിയായി തീർന്ന ആ ഒരാൾക്ക് പോലും. ഏവമഖഡമാന മനോരഥാകുല ഹൃദയോ നൃഗതാരക ആഭാസേന സ്വാരബ്ധകർമ്മണ യോഗാരംഭണതോ വിഭ്രംശിതഃ യോഗതാപസോ ഭഗവാൻ ഭഗവത ആരാധനലക്ഷണാച്ചാം കഥം ഇതരഥ ജാത്യന്തര ഏണകുണക ആസംഗ സാക്ഷാന്ശ്രേയസ പ്രതിപക്ഷതയാ പ്രാക് പരിത്യക്ത ദുസ്ത്യജഹൃദയ അഭിജാതസ്യ തസ്യൈവമന്തരായ വിഹത യോഗാരംഭണസ്യ രാജർഷിർഭരതസ്യ താവൻ നൃഗാർഭകപോഷണ പാലന പ്രീണന ലാളന അനുഷംഗേണ അവിഗണയത ആത്മാനം അഹിരിവ ആകുബിലം ദുരതിക്രമകാല കരാളരഭസ ആപദ്യതാം. ഏവമഖഡമാന മനോരഥാകുല ഹൃദയോ മൃഗധാരകാഭാസേന സ്വാരബ്ധകർമ്മണ യോഗാരംഭണതോ വിഭ്രംശിതഃ യോഗതാപസോ ഭഗവത ആരാധനലക്ഷണാച്ചാം കഥം ഇതരഥ ജാത്യന്തര ഏണകുണക ആസംഗഃ സാക്ഷാന്ശ്രേയസ പ്രതിപക്ഷതയാ പ്രാക് പരിത്യക്ത ദുസ്ത്യജഹൃദയ അഭിജാതസ്യാം തസ്യൈവം അന്തരായ വിഹത യോഗാരംഭണസ്യ രാജർഷിർഭരതസ്യ താവൻ മൃഗാർഭകപോഷണ പാലന പ്രീണന ലാളന അനുഷംഗേണ അവിഗണയതാം ആത്മാനം അഹിരിവ ആകുബിലം ദുരതിക്രമ കാല കരാളരഭസ ആപദ്യതേ. ഏവമഖഡമാന മനോരഥാകുല ഹൃദയോ മൃഗധാരക ആഭാസേന സ്വാരബ്ധകർമ്മണ യോഗാരംഭണതോ വിഭ്രംശിത യോഗതാപസോ ഭഗവത ആരാധന ലക്ഷണാച്ച കഥമിതരഥാ ജാത്യന്തര ഏണകുണക ആസംഗ സാക്ഷാന്ശ്രേയസ പ്രതിപക്ഷതയാ പ്രാക് പരിത്യക്ത ദുസ്ത്യജഹൃദയ അഭിജാതസ്യ തസ്യൈവം അന്തരായ വിഹിത യോഗാരംഭണസ്യ രാജർഷിർഭരതസ്യ താവൻ നൃഗാർഭകപോഷണ പാലന പ്രീണന ലാളനാനുഷംഗേണ അവിഗണയത ആത്മാനമഹിരിവ ആകുവിലം ദുരതിക്രമകാല കരാളരഭസ ആപദ്യതേ. തദാനീമപി പാർശ്വവർത്തിനം
ആത്മജം ഇവ അനുശോചന്തം അഭിവീക്ഷമാണോ മൃഗേവ അധിനിവേശിതമനാ വിസൃജ്യ ലോകമിമം സഹ മൃഗേണ കളേവരം മൃതം അനു ന മൃതജന്മ അനുസ്മൃതിരെ അവൻ മൃഗശരീരം അവാപാം. തദാനീമപി അപ്പോൾ പാർശ്വവർത്തിനം സമീപത്തിലിരിക്കുന്ന ആത്മജം ഇവ മകനെ എന്ന പോലെ അനുശോചന്തം അപ്പോഴും അനുശോചിച്ചു കൊണ്ടിരിക്കുന്ന വ്യസനിച്ചു കൊണ്ടിരിക്കുന്ന അരികത്തിരിക്കുന്ന പുത്രനെ കുറിച്ച് എന്ന പോലെ അഭിവീക്ഷമാണോ ആഭിമുഖ്യത്തോട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വരുന്നോ വരുന്നോ എന്ന മൃഗ ഏവ ആ മൃഗത്തിൽ തന്നെ അഭിനിവേശിത മനാഹം മനസ്സും ഇന്ദ്രിയവും ബുദ്ധിയും ജീവനും മുഴുവൻ ആ മൃഗത്തിലേക്ക് അഭിനിവേശിപ്പിക്കപ്പെട്ടു ഉറപ്പിക്കപ്പെട്ടവനായിട്ട് അഭിനിവേശിതമന വിസൃജ്യ ലോകം ഇമം ഈ ലോകം ഉപേക്ഷിച്ചിട്ട് സഹമൃഗേണ ആ മൃഗത്തോടൊപ്പം കളേബരം മൃതമായ ശരീരത്തോടു കൂടി ലോകം ഇമം സഹമൃഗേണ കളേബരം മൃതം അനു എന്ന് വെച്ചാൽ പിന്തുടർന്നു വരുന്ന മൃതജന്മ അനുസ്മരിത മൃതജന്മത്തിൽ ഈ ജന്മത്തിലെ അനുസ്മരണം കൊണ്ട് മൃതജന്മ അനുസ്മൃതി അത് നശിക്കാത്ത മട്ടിലുള്ള മൃഗശരീരം ഇതരവത് മൃഗശരീരത്തെ ഇതരവത് മറ്റുള്ളതിനെ പോലെ അവാപ പ്രാപിച്ചു. ഒരു പ്ലാഗത പുരുഷനെ പോലെ ഈ മൃഗശരീരത്തെ വീണ്ടും സ്വീകരിച്ചു. മരണസമയത്ത് എന്ത് ചിന്തയാണോ മനസ്സിലുള്ളത് അതിനനുസരിച്ചായിരിക്കും അടുത്ത ജന്മം എന്ന് ഇതിഹാസ പുരാണങ്ങളും ഉപനിഷത്തുകളും ഒക്കെ നമ്മെ ബോധ്യപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് മരണസമയത്ത് ഈശ്വരചിന്തയോടുകൂടി മാത്രമേ മരിക്കാവൂ. എപ്പോഴാ മരിക്കുന്ന അറിയാത്തതുകൊണ്ട് എപ്പോഴും ഈശ്വരചിന്ത ഉണ്ടായിക്കോട്ടെ. അങ്ങനെ മരണസമയത്ത് അടുക്കലിരിക്കുന്നത് മാൻകുട്ടിയാണ് എന്ന് സങ്കല്പിച്ച് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന സ്വന്തം പുത്രനെ കുറിച്ച് ആസക്തിയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പിതാവിനെ പോലെ ആ മൃഗത്തിലേക്ക് മനസ്സുറപ്പിച്ച് ഈ ദേഹത്തെയും മൃഗത്തെയും ഒന്നിച്ചുപേക്ഷിച്ചു പോയി. മാൻകുട്ടിയെ ഉപേക്ഷിച്ചു, ശരീരം ഉപേക്ഷിച്ചു. എന്നിട്ട് സാധാരണ ഒരു പ്രാകൃത പുരുഷനെ പോലെ മറ്റൊരു മൃഗമായിട്ട് വീണ്ടും ജനിച്ചു. കാരണം ഈ മാൻകുട്ടിയെ ഓർത്തോർത്തോർത്തോർത്തോർത്തോ മാൻകുട്ടിയുടെ തൻ്റെ സൂക്ഷ്മ കാരണ ശരീരങ്ങൾ മാൻകുട്ടിയുടെ രൂപത്തെ പ്രാപിച്ചിട്ടാണ് ഈ ശരീരം വിട്ടുപോയത്. അപ്പൊ പിന്നെ ഈ മാൻകുട്ടിയായിട്ടേ ജനിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ജനിച്ചു. എന്നാൽ ഇത്ര കാലവും താൻ ഭഗവാനെ ഭജിച്ചത് വ്യർത്ഥമായില്ല. കാരണം ഇപ്പൊ കിട്ടിയ ഈ മൃഗശരീരം സിദ്ധിച്ച സമയത്തും രാജർഷിയായ ഭരതൻ എന്ന നിലയിൽ തൻ്റെ ജന്മത്തെക്കുറിച്ചുള്ള ഓർമ്മ നഷ്ടപ്പെട്ടില്ല. മൃതജന്മ അനുസ്മൃതി ഇതരവത് മൃഗശരീരം അഭാവം. അത് നഷ്ടപ്പെടാതെയാണ് രാജർഷിയായ ഭരതന് ഈ നിലയിൽ ജന്മത്തെക്കുറിച്ചുള്ള ഓർമ്മ നശിക്കാതെ മറ്റൊരു ജന്മം കിട്ടാൻ കാരണമായത്. തദാനീമപി പാർശ്വവർത്തിനം ആത്മജമിവ അനുശോചന്തം അഭിവീക്ഷമാണോ മൃഗേവ അഭിനിവേശിതമനാ വിസൃജ്യ ലോകമിമം സഹമൃഗേണ കളേബരം മൃതമനു മൃതജന്മ അനുസ്മൃതിരിതരവത് മൃഗശരീരം അവാപാം. തദാനീമപി
പാർശ്വവർത്തിനം ആത്മജമിവ അനുശോചന്തം അഭിവീക്ഷമാണോ മൃഗയേവ അഭിനിവേശിതമനാ വിസൃജ്യ ലോകമിമം സഹ മൃഗേണ കളേബരം മൃതമനു ന മൃതജന്മാനുസ്മൃതി ഇതരവത് മൃഗശരീരം അവാപാം തദാനീമപി പാർശ്വവർത്തിനം ആത്മജമിവ അനുശോചന്തം അഭിവീക്ഷമാണോ മൃഗേവ അഭിനിവേശിതമനാ വിസൃജ്യ ലോകമിമം സഹ മൃഗേണ കളേബരം മൃതമനു ന മൃതജന്മ അനുസ്മൃതി വിതരവത് മൃഗശരീരം അവാപാം. അങ്ങനെ വീണ്ടും ഒരു മാനായിട്ട് തന്നെ ജനിച്ചു. ആ ജന്മത്തിൽ പോലും താൻ രാജർഷിയായിരുന്നപ്പോൾ അനുഷ്ഠിച്ച സകല സത്കർമ്മങ്ങൾക്ക് ഓർമ്മയുണ്ട്. കാരണം ഈ കാരണ ശരീരം കുറെ കഴിഞ്ഞല്ല ശരീരം സ്വീകരിച്ചു, അപ്പൊ തന്നെ സ്വീകരിച്ചു. കാലതാമസം ഒന്നും ഉണ്ടായില്ല. കാരണം മുഴുവൻ മാനാണ് താൻ. അപ്പൊ പിന്നെ അതുപോലെ ജനിക്കാൻ ഒരു വർഷം ഉണ്ടായില്ല. അങ്ങനെ ഒരു മാൻകുട്ടിയെ വീണ്ടും ഒരു മാനായിട്ട് ജനിച്ച കഥ പറഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് ഉപസംഹരിക്കാം. രണ്ടുപേർ കുറച്ച് സമയത്തിന് കാത്തിരിപ്പുണ്ട്, അവരെയൊന്നും പറഞ്ഞില്ല. അവരുടെ 4:30 ഇറങ്ങാമെന്നാണ് പറഞ്ഞത്. ഇത് നമുക്ക് മുഴുവൻ തീരില്ല, അതാക്കി നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റിയിരിക്കാം. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനല്ലേ ഉപസംഹരിക്കാം. ഇപ്പൊ പലർക്കും മാൻകുട്ടിയായിട്ട് നിൽക്കുന്ന കൊച്ചുമക്കളാന്ന് തോന്നുന്നു. കൊച്ചുമക്കളെയൊക്കെ പോയി അവരെയൊന്നും കിട്ടാത്തതുകൊണ്ട് ഇപ്പം മാൻകുട്ടിയുടെ ഭാവത്ത് നിൽക്കുന്ന പട്ടിയും പൂച്ചയൊക്കെ വളർത്തുക. അതിനോടാണ് ഏറ്റവും അധികം സ്നേഹവും വാത്സല്യവും ഒക്കെ. മുഴുവനും അതിനെ സമർപ്പിച്ചുകൊണ്ട് കഴിയുന്ന ഒത്തിരി ആൾക്കാർ ഇന്നുണ്ട്. ഭരതൻ ആൺകുട്ടിയായിരുന്നെങ്കിൽ ഇത് പട്ടിക്കുട്ടികളാ, അത്രേ ഉള്ളൂ. മാനിനെ ഇപ്പൊ കിട്ടാനില്ലല്ലോ സാർ, അതുകൊണ്ട്. അതെ അതെ, ഏതൊരു കുട്ടി മതി വിചാരിച്ചായിരിക്കും അല്ലേ? അല്ല ഇന്നങ്ങനെ ഇന്ന് കാരണം ഈ ഇതിനോടുള്ള ലാളന അത് അധികമായിട്ട് അതിനെ വിട്ടുപിരിയാൻ പോലും പറ്റില്ല. ബാക്കി ജോലിയെല്ലാം മാറ്റി വെച്ച് അതിനെ കൊണ്ട് ഇങ്ങനെ നടക്കുക, ആശുപത്രി പോവുക, കളിപ്പിക്കുക, കുളിപ്പിക്കുക ഒക്കെ ചെയ്തുകൊണ്ട് പോകുന്ന ഇഷ്ടം പോലെ ആൾക്കാർ ഇന്നുണ്ട്. ജീവിതം മുഴുവൻ അതിനു വേണ്ടിയാണ് എന്നുള്ള സങ്കല്പമാണ് അവരുടെ. നമസ്തേ സർ. നമസ്തേ. അപ്പൊ ഇന്ന് സംസാരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ സർ. നമസ്തേ. നമസ്തേ. നമസ്തേ സാർ. ഹരി ഓം സാർ.